നമസ്കാരമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലൊക്കെ സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ആക്ച്വലി നമ്മളൊരു ഐഫോൺ വാങ്ങി, അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ ഇത്രയും കോസ്റ്റ്ലി ആയ ഒരു സാധനം, അതായത് നിങ്ങൾക്കറിയാം ഐഫോണിൻ്റെ ഒക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 50K അബോവ്. ഇപ്പം പുതിയ സാധനമൊക്കെ ആണെങ്കിൽ എന്തായാലും വരുമ്പോൾ 1 lakhന് അടുത്തായിരിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു വില കൊടുത്ത് ഒരു ഫോണൊക്കെ വാങ്ങി യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വാങ്ങാതിരുന്നത്. അല്ലാണ്ട് ഇത് എല്ലാവരും കൊണ്ട് നടക്കുന്ന പോലെ ഒരു സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ട് നടക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത്രയും വലിയൊരു ഫോണ് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ 25,000-ന് 25 വരെയുള്ള ഫോണുകളെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു ഫോണ് വാങ്ങിയിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. അപ്പോൾ ഇപ്പം അപ്രതീക്ഷിതമായിട്ട് അവസാനം വാങ്ങേണ്ടി വന്നു. ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ റോയൽ എൻഫീൽഡും അങ്ങനെ തന്നെയാണ്. മുമ്പേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്ളോഗിങ് ചാനൽ, ഈ ഒരു ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് അത് പെട്ടെന്ന് ഇങ്ങനെ തിരക്കൂട്ടി വാങ്ങിയത്. പിന്നെ ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാ സാധനവും നമുക്ക് വാങ്ങാൻ പറ്റണമെന്നില്ലല്ലോ. പിന്നെ അതുപോലെ എല്ലാം കോസ്റ്റ്ലി ആയ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു യൂട്യൂബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പൈസ ഈ ഒരു തുടക്കത്തിലൊന്നും ചിലവഴിക്കുന്നതിനോടും പിന്നെ എനിക്ക് അത്ര താല്പര്യമില്ല. പക്ഷെ എന്തായാലും ഇപ്പം അവസാനം വാങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒരുപാട് കാലം ഇത് ഈ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ കൊണ്ടുവരുന്നൊരു സംഭവമായിരുന്നു. എല്ലാവരും വാങ്ങുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു ഐഫോൺ വാങ്ങിക്കൂടാന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇതിന് സമയം ഒത്തു വന്നത്. അങ്ങനെ അവസാനം നമ്മൾ വാങ്ങി. ഇതും എന്താ പറയണ്ടേ, ആകസ്മികമായിട്ട് വാങ്ങിയതാണ്, അപ്രതീക്ഷിതമായിട്ട് വാങ്ങിയതാണ്. ഞാൻ ഇത്ര പെട്ടെന്ന് വാങ്ങേണ്ടി വരുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മളിപ്പം വ്ളോഗിങ് ഒക്കെ പോകുന്ന സമയത്ത് മുമ്പൊക്കെ ഈ ചെറിയ ക്യാമറയൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് അധികം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഗോപ്രോ പോലത്തെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് ഇവിടെ വേണം നമുക്ക് എടുത്തുകൊണ്ട് പോയിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ എല്ലാവരും ഈ ഗോപ്രോ ഒക്കെ എല്ലാവരുടെ കയ്യിലുണ്ട്. റൈഡേഴ്സ് ആൾക്കാരൊക്കെ എല്ലാവരും ഈ ഗോപ്രോ പിടിച്ച് നടക്കുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും നാട്ടുകാർക്കും ജനങ്ങൾക്കൊക്കെ ഇപ്പം അറിയാം ഗോപ്രോ എന്താണ് ഇത് സാധനം എന്നൊക്കെ. അപ്പോൾ പല ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ റെസ്ട്രിക്ഷനുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഗോപ്രോ എടുത്ത് പോകുമ്പോൾ ഭയ്യ ക്യാമറ ബന്ദർലോ പറഞ്ഞിട്ട് പോലീസുകാരോ ഇല്ലെങ്കിൽ നാട്ടുകാരൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർക്കും ഇത് തിരിച്ചറിഞ്ഞ് തുടങ്ങി. ഇതൊരു ചെറിയ സാധനമെങ്കിൽ പോലും ഇതൊരു ക്യാമറയാണ്, ഇല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയണ്ടേ ഗോപ്രോ ആണ്, ആക്ഷൻ ക്യാമറ ആണ്, അവർക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിപ്പം കുറച്ച് കാലമായിട്ട് ട്രിപ്പ് പോകുന്നുണ്ട്. പല സ്ഥലത്തും ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് നല്ല വിഷ്വൽ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റാണ്ട് അവസാനം തിരിച്ചു വരേണ്ട അവസ്ഥ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഫോണ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ല വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ, ഈ പറഞ്ഞ വീഡിയോഗ്രാഫിയൊക്കെ റെസ്ട്രിക്റ്റഡ് ആയ സ്ഥലങ്ങളിൽ പോലും എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് കൂളായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ല, അവർക്കും ഒരു മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എല്ലാവരും മൊബൈൽ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നവരാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു വിഷ്വൽ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നവരുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു ക്യാമറ അല്ലെങ്കിൽ ഗോപ്രോ ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു നല്ലൊരു ക്യാമറ മൊബൈൽ ഇല്ലെങ്കിൽ നല്ല വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു മൊബൈൽ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു കുറച്ച് കാലമായിട്ട് പോയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1-2 മൊബൈലൊക്കെ വാങ്ങി പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾക്കാരോട് ചോദിച്ചിട്ട് ഏതാണ് നല്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പിന്നെ ചോദിച്ചിട്ട് 1-2 മൊബൈലിൻ്റെ ഇടയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്താ പറയണ്ടേ അട്ടർ ഫ്ലോപ്പായി പോയി. കാരണം ഒന്ന് റിയൽമി 7 Pro, അതും നല്ല ക്യാമറയാണെന്നൊക്കെ പറഞ്ഞ് വാങ്ങിയിട്ട് അതിൽ അവസാനം വേണ്ടത്ര പെർഫോമൻസും കിട്ടാത്തതുകൊണ്ട് അത് അവസാനം കൊടുക്കുമായിരുന്നു. അതിനുശേഷം MI 11 ലൈറ്റ് ഇത് ഷവമിയുടെ അതും വാങ്ങി. അതിലും വലിയ കാര്യമൊന്നുമില്ല, അതിപ്പം വൈഫ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇനിയും ഒരു പരീക്ഷണം. ഇത് OnePlus ഉണ്ടായിരുന്നു. OnePlus എല്ലാവരും സജസ്റ്റ് ചെയ്തായിരുന്നു. OnePlusൻ്റെ ഫോണ് അത്യാവശ്യം നല്ല വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു മൊബൈലാണെന്നുള്ള പിന്നെ എല്ലാവരും പറഞ്ഞിട്ട് ഒരു അറിവുണ്ടായിരുന്നു. പക്ഷേ ഇനി 3ാമത്തെ പ്രാവശ്യം ഇങ്ങനെ ഒരു പിന്നെ വലിയൊരു ബ്രാൻഡ് വാല്യൂ ഇല്ലാത്തൊരു ബ്രാൻഡിൻ്റെ പുറകെ പോയിട്ട് വീണ്ടും എന്താ പറയുക ഇതുപോലെ അബദ്ധത്തിൽ പെടാൻ വെച്ചിട്ടാണ് അവസാനം ഐഫോണിലെത്തിയത്. പിന്നെ സാംസങ്ങിൻ്റെ കുറച്ച് ഫ്ലാഗ്ഷിപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഐഫോണിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ടേ ആ ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കും, പെർഫോമൻസ് ആയാലും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പെട്ടെന്ന് ഐഫോണിലേക്ക് എത്തിയത്. അപ്പോൾ അവസാനം രണ്ടും കൽപ്പിച്ച് വാങ്ങി. പിന്നെ ഇപ്പം അതുപോലെ ബിഗ് ബില്യൺ ഡേയ്സ് ഓഫറൊക്കെ വരാൻ പോകുന്നതാണ്. 11 വില കുറയുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോയാലും ഒരു 50-55 റേഞ്ചിലൊക്കെ ആയിരിക്കും. അതുപോലെ 12 പറയുമ്പം അതിൻ്റെ അകത്ത് നിന്ന് പിന്നെയും 10,000 രൂപ, ഒരു 65 റേഞ്ചിൽ.
അങ്ങനെയാണ് 13-ലെത്തിയത്. അതായത് പിന്നെ ഒരു 10 റുപ്യ കൊടുത്താൽ 13 തന്നെ കിട്ടും. പിന്നെ നമ്മളെ ഇത് ടെക് ചാനലിലുകൊണ്ട് അതിലൊരു വീഡിയോ അൺബോക്സിങ് വീഡിയോയും ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ പെട്ടെന്ന് ഇത് 13-ലേക്ക് മാറിയത്. പിന്നെ അതുമാത്രമല്ല, ഇത് ബിഗ് ബില്യൺ ഡേയിൽ കാർഡ് ഓഫേഴ്സ് 1-2 കാർഡുകൾ ഉണ്ടായിരുന്നു. ആ കാർഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ബിഗ് ബില്യൺ ഡേക്ക് വെയിറ്റ് ചെയ്യാണ്ട് അതിന് മുന്നേ തന്നെ എടുത്തത്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളൊന്നിച്ച് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. ഇത് ബേസ് മോഡലാണ്, 128 സ്റ്റാർട്ടിങ്. ബേസ് മോഡലാണ്, 13 പ്രോ അല്ല. അടിപൊളി മൊബൈലാണ്. വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. ഫോക്കസ് ആകുന്നുണ്ടോ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഓൾറെഡി നമ്മളെ ടെക് ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടോളൂ, നല്ല രീതിയിൽ കണ്ടോളൂ. ഫോക്കസ് ആകുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, ഫോക്കസ് ആകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണും എല്ലാവരും. ഓക്കെ, ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാണ്ട് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യണം. പിന്നെ അതുപോലെ ക്യാമറ ടെസ്റ്റ്, നമ്മുടെ കാര്യത്തിൽ അതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ക്യാമറ ഒറ്റൊരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സാധനം വാങ്ങിയത്. ഇല്ലെങ്കിൽ ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പൈസ പറയും 80,000 റുപ്യാണ് ഈ സാധനം, എന്തിൻ്റെ ആവശ്യം. പിന്നെ പോറ്റാൻ പറ്റാത്ത സാധനം എന്ന് പറയാം. ഒന്ന്, ഇതിൻ്റെ കൂടെ ചാർജറില്ല, ചാർജറിന് 2000. പിന്നെ ഈ ഒരു കേസ് കണ്ട, ഈ കേസ് നിങ്ങൾ ബോധക്കേടാവാറില്ല. ഈ കേസ് റേറ്റ് കാണുന്നുണ്ടോ എന്നറിയില്ല, 4900, അതായത് 5000 റുപ്യ കൂട്ടിക്കോ. അതാണ് കേസ്. എന്താ ചെയ്യേണ്ടത്? പക്ഷെ ഇതിൻ്റെ സാധാരണ കേസുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കേസ് ഇത് ഭയങ്കര ക്വാളിറ്റി ഇല്ലാന്ന് പറഞ്ഞത്. എന്തായാലും ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നില്ലേ, ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ. ചിലപ്പോൾ വീണൊക്കെ പോയാൽ ചിലപ്പോൾ സേഫായി നിൽക്കുമല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ റേറ്റ്. പോറ്റാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ നിവൃത്തിയില്ലാണ്ട് വാങ്ങിയതായത്. കാരണം ഇത് പുതിയ ലോഞ്ച് ആയതുകൊണ്ട് വേറെ സാധനങ്ങളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഇനിയൊരു സ്ക്രീൻ കാർഡ് കൂടെ വേണം. സ്ക്രീൻ കാർഡ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതിന് ഇനിയിപ്പം ഒരു 1000 റുപ്യോളം ചിലവാകുന്ന തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി. ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. വെറും 16-17 റുപ്യ കൊടുത്ത് വാങ്ങിയതാണ് ഈ ഒരു സാധനം. ഹോണറിൻ്റെ 8X. ഇത്രയും കാലം വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണിത്. പക്ഷേ ഇത് വ്ളോഗിംഗ് കൊണ്ട് പറ്റില്ല. ഈ ഒരു സ്റ്റെബിലൈസേഷൻ സാധനമൊന്നും ആ സമയത്ത് അത്ര പോപ്പുലർ ആയിട്ടില്ല. അതുകൊണ്ട് വീഡിയോസ് അത്ര വലിയ ക്വാളിറ്റിയും ഇല്ല. ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം. ഇൻഡോറൊക്കെ നല്ല കുഴപ്പമില്ല. പക്ഷേ ഔട്ട്ഡോർ ഇങ്ങനെ എന്താ പറയുക, വ്ളോഗിംഗ് ഒന്നും പറ്റിയ സംഭവമല്ല ഇത്. അപ്പോൾ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. അതായത് 20-25 നമ്മൾ ഒറ്റയടിക്ക് വന്നത് 80-ലേക്കാണ്. അപ്പോൾ ഇതന്നെ സാഹചര്യം കൊണ്ട് വാങ്ങേണ്ടി വന്നു. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഐഫോൺ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്തത്. പിന്നെ ഒരുപാട് യൂട്യൂബ് ചെയ്യുമ്പോഴുള്ള എല്ലാവരും വിചാരമാണ് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നത്. ഒന്നുമല്ല, നമ്മൾ സാധാരണക്കാരനാണ്. സാധാരണ ശമ്പളം കിട്ടുന്ന ആ ഒരു ഇത് മാത്രമേ. ഇനിയിപ്പം ഇതിൻ്റെ ആ ഒരു EMI അടച്ചു പോകണം. ഇതിനൊക്കെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളോട് പറയാതെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഉടനെ തന്നെ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണം വീണ്ടും. അപ്പോൾ ഷജീർ വീണ്ടും വരുന്നുണ്ട്. ഒക്ടോബർ പകുതിയാകുമ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങും. ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഈ കഴിഞ്ഞ് 1-2 മാസം പോയ വീഡിയോസാണ് ഇപ്പം ആ ഒരു 5 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും വന്നു കഴിഞ്ഞാൽ വീണ്ടും ട്രിപ്പ് തുടങ്ങും. ഇനിയുള്ള വീഡിയോസ് മിക്കവാറും ഈ ഗോപ്രോയും അതുപോലെ ഐഫോണും മിക്സ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പരമാവധി ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.